എല്ലാവർക്കും സിദ്ധൂട്ടൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് തൃക്കാർത്തികയാണ്, വെള്ളിയാഴ്ച. അപ്പോൾ നമ്മൾ വൈകുന്നേരം കാർത്തിക ദീപം കൊളുത്താൻ വേണ്ടിയിട്ട് പ്രസാദം തയ്യാറാക്കലാണ്, നിവേദിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാർത്തികപ്പൊരി. അതിലേക്ക് ശർക്കര പാവ് കാച്ചിയിട്ട് ഒഴിക്കുക. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് നെയ്യാണ്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നുറുക്കിയത് ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതും ഈ വെല്ലം പാവ് ഉരുക്കിയതും എന്നിട്ട് ഈ പൊരിയിൽ ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ പൊരി ഉണ്ട പോലെ ആയി കിട്ടും, ഡ്രൈ ആയി കിട്ടും. ഇതാണ് ഒരു ഇത് നിവേദിക്കാനുള്ളത്. അടുത്തത് വന്നിട്ട് നമ്മുടെ പാലക്കാട് സൈഡിലൊക്കെ കാർത്തികയ്ക്ക് ഞങ്ങളുടെ ഇതിലൊക്കെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കും. അത് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ചിരട്ടയിലാണ് ശരിക്കും പുട്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഇതുപോലത്തെ വാങ്ങിക്കാൻ കിട്ടും. ഇത് പുട്ടുകുറ്റിയിൽ ഇതേപോലെ വെച്ചാൽ മതി. സാധാരണ നമ്മൾ എങ്ങനെ പുട്ടുണ്ടാക്കണം അതേപോലെ തന്നെ, പക്ഷേ ഇത് ചിരട്ടയുടെ ആകൃതിയിലായിരിക്കുന്നത് മാത്രം. ഞാനിവിടെ എലൈറ്റിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പുട്ടുണ്ടാക്കാൻ നല്ല പുട്ടുപൊടിയാണ് കേട്ടോ, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ആവശ്യത്തിന് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമില്ല, അതേ കണക്കിൽ തന്നെ ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഇത് എന്നിട്ട് പുട്ടുകുറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അടുത്തത് നമ്മൾ ഈ മാവ് ഇളക്കിയതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് സാധാരണ നമ്മൾ എങ്ങനെ പുട്ടുണ്ടാക്കണം അതേപോലെ തന്നെ ഇതിലേക്ക് തേങ്ങ ചിരകണം. പിന്നെ ശർക്കര ആവശ്യമുണ്ട്. ഞാനത് ശർക്കര എടുത്തിട്ട് പൊടിച്ചിട്ട് എടുത്തു. അതിനുശേഷം നമ്മുടെ ചില്ല്, ഈ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന പാത്രമില്ലേ, അതിലെടുത്തിട്ട് ചില്ലെടുത്തിട്ട് ആദ്യം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മുടെ പുട്ടുപൊടി ഇടുക. അതിൻ്റെ മേലേക്ക് കുറച്ച് തേങ്ങ ഇടുക. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം കേട്ടോ. അതിന് ശേഷം ഈ തേങ്ങയുടെ മേലേക്ക് ശർക്കര ഇടുക. അതിന് ശേഷം പിന്നെയും കുറച്ച് തേങ്ങയും കൂടി ഇടുക. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. അതിന് ശേഷം ഈ ബാക്കി ഇത് മൂടാൻ വേണ്ടിയിട്ടുള്ള പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് കറക്റ്റ് വെന്ത് വരുമ്പോൾ ആ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ആവിയിൽ വെക്കുന്നുണ്ട്. ഇത് 2-3 മിനിറ്റിൽ നമുക്ക് റെഡിയായി കിട്ടും. നല്ല ഇത് വന്നിട്ട് കയ്യിലിൽ വേണമെങ്കിലും, ഈ ചിരട്ടപ്പുട്ട് ഇല്ലാത്തവർക്ക് കയ്യിലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ സാധാരണ നമ്മൾ കൂട്ടാനൊക്കെ എടുക്കുന്ന കയ്യിലില്ലേ, ആ കയ്യിലിൽ ഇതേപോലെ പുട്ടുപൊടിയും ഇതുപോലെ ശർക്കരയും വെല്ലവും ഒക്കെ ഇട്ടിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവി വയ്ക്കണ പാത്രത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഷേപ്പിൽ കിട്ടും. ഇതിങ്ങനെ ആവി വെച്ചിട്ടിരുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇലയൊക്കെ മുറിച്ചിട്ട് അതിൽ നിവേദ്യം പൂജിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാർത്തികയ്ക്ക് വെച്ച് അങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിൽ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കണം. അതിനുശേഷം പുട്ടിതാ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു ഇല മുറിച്ചതിലേക്ക് എടുത്തിട്ട് ആക്കുകയാണ് നമുക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ആ ചില്ല് ആദ്യം എടുക്കാൻ കിട്ടിയില്ല, പിന്നെ എടുത്തു. അങ്ങനെ പൂജയ്ക്കുള്ള നിവേദ്യം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സിദ്ധു വന്നിട്ട് അവന് നോട്ട് ബുക്കിൽ എഴുതാനുള്ളതൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കണം കേട്ടോ. ഇദ്ദേഹം വിശുദ്ധി, ബുദ്ധൻ, ബുദ്ധി. പിന്നെ അരിമാവ് കൊണ്ട് ഇതുപോലെ അണി പാരുക എന്ന് പറയും. തൃക്കാർത്തിക എന്നൊക്കെ എഴുതിയിട്ട് ഇതുപോലെ അണി പാർന്നിട്ട് ഇതിലാണ് ദീപങ്ങളൊക്കെ കൊളുത്തിയിട്ട് വെക്കുക. ഇത് ഞാനിവിടെ ചെയ്തതാണ് കേട്ടോ. അത് തറവാട്ടിലത്തെ ഇവിടെ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് അത് ഇവിടെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മൺചിരത്തിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിളക്ക് കൊളുത്തി കർപ്പൂരം കാണിച്ചു, തേങ്ങ ഉടച്ചു, നിവേദിച്ചതിന് ശേഷം പൂജാ റൂമിൽ ആദ്യം ഞാൻ വിളക്ക് കൊളുത്തി. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ താഴെ കൊണ്ടുപോയിട്ട് ദീപങ്ങൾ കൊളുത്തിയത്. അപ്പോൾ എല്ലാവരുടെയും ദീപമൊക്കെ കൊളുത്തി വെച്ചു. ഇപ്പോൾ ശരിക്കും നാളെ വെള്ളി, ശനി, ഞായറും കത്തിക്കണം വിളക്ക്. അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കാർത്തിക ആഘോഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനെയാണ് ശരിക്കും അണി പാർന്ന് വിളക്ക് കൊളുത്തി വെച്ച് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂജയൊക്കെ കഴിച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തിയിട്ട് കർപ്പൂരം കാണിക്കും, തേങ്ങ ഉടയ്ക്കും, അങ്ങനെയെല്ലാം ചെയ്യും.
ഇങ്ങനെയാണ് ഇവിടെ പാലക്കാട് കാർത്തിക ആഘോഷിക്കാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും കാർത്തിക ആശംസകൾ. പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.